Hi students, welcome to our basic science class. Today we are going to study the second chapter, Wonders of Visible Light, the Magic of Light. നമുക്ക് start ചെയ്യാം. Okay, നമ്മൾ observe the two pictures. Boy, did you notice the light directed into the house? Which are the objects are used in the two boys? First boy is used in the mirror, mirror light being directed into the house. അവർ ആ ഒബ്ജക്റ്റ് മിറർ ഉപയോഗിച്ചിട്ട് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുകയാണ് സൺലൈറ്റിൻ്റെ. സെക്കൻഡ് ഫിഗറിൽ എന്താ നമ്മൾ കണ്ടത്? സെക്കൻഡ് ഫിഗറിൽ ഫ്ലോർ റൂഫ് ടൈൽ ഉപയോഗിച്ചിട്ട് ലൈറ്റ് പാസ് ചെയ്യിപ്പിക്കുകയാണ്. വിച്ച് ഒബ്ജക്ട്സ് റിഫ്ലക്റ്റ് വെരി വെൽ? എന്താ മിറർ ലൈറ്റ് റിഫ്ലക്റ്റഡ് ഇൻ ടു ദ ഹൗസ്. ലൈറ്റ് നമ്മൾ കാണാറില്ലേ, നമ്മൾ മിറർ വെച്ചിട്ട് നമ്മൾ ലൈറ്റ് ഇങ്ങനെ മോത്തിക്കൊക്കെ അടിച്ചിട്ട് കളിക്കാറില്ലേ? അതേമാതിരി തന്നെ നമ്മൾ സ്മൂത്ത് സർഫസ് ആകുമ്പോൾ എന്താണ് ലൈറ്റ് റിഫ്ലക്റ്റ് വെരി വെൽ. ഇപ്പോൾ സർഫസിൻ്റെ വിച്ച് ആർ ദ ഒബ്ജക്ട്സ് വെച്ച് റിഫ്ലക്റ്റ് വെരി വെൽ ഫോർ മിറർ, റൂഫ് ടൈല്, നമ്മൾ പോളിഷ്ഡ് ടൈൽസ്, ക്ലോത്ത്, അലുമിനിയം പ്ലേറ്റ്, സ്റ്റീൽ പ്ലേറ്റ്, ഇതിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഏതിലാണ് ലൈറ്റ് റിഫ്ലക്റ്റ് വെരി വെൽ? മിറേഴ്സ് റിഫ്ലക്റ്റ് വെരി വെൽ. അതേമാതിരി ഫ്ലോർ ടൈല്, പോളിഷ്ഡ് ഫ്ലോർ ടൈലിൽ അതേമാതിരി നമ്മൾക്ക് എന്ത് ചെയ്യാം, റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. അതേസമയത്ത് കാർഡ്ബോർഡ്, റഫ് സർഫസിൽ റിഫ്ലക്റ്റ് ഇങ്ങനെ ചെയ്യുമോ? ഇല്ല അല്ലേ? അപ്പോൾ സർഫസ് അനുസരിച്ചിട്ട്, പെക്യുലാരിറ്റി ഓഫ് ദ സർഫസ് അനുസരിച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ സോ വാട്ട് ഈസ് മീൻഡ് ബൈ റിഫ്ലക്ഷൻ? അങ്ങനെയാണെങ്കിൽ റിഫ്ലക്ഷൻ എന്താണ്? ലൈറ്റ് റിട്ടേണിങ് റേനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുക. അതായത് കമ്മിങ് ബാക്ക് ഓർ ബൗൺസ് ബാക്ക് ഓഫ് ലൈറ്റ് ആഫ്റ്റർ ഹിറ്റിംഗ് ഓൺ എ സർഫസ്. ഒരു സർഫസിൽ തട്ടിയിട്ട് അത് തിരിച്ചു വരുന്ന റേനെയാണ് നമ്മൾ എന്ത് പറയുക? റിഫ്ലക്ഷൻ എന്ന് പറയുക. അപ്പം എന്താണ് റിഫ്ലക്ഷൻ? കമ്മിങ് ബാക്ക് ഓർ ബൗൺസ് ബാക്ക് ഓഫ് ലൈറ്റ് ആഫ്റ്റർ ഹിറ്റിംഗ് ഓൺ എ സർഫസ് ഈസ് കോൾഡ് റിഫ്ലക്ഷൻ. അപ്പോൾ വാട്ട് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് ദ സർഫസസ് ഫോർ റിഫ്ലക്ഷൻ? ദർ ആർ ടു ടൈപ്സ് ഓഫ് റിഫ്ലക്ഷൻ, റെഗുലർ റിഫ്ലക്ഷൻ ആൻഡ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. Regular reflection and diffuse reflection. Okay, regular reflection പറഞ്ഞാൽ സ്മൂത്ത് സർഫസസിലൊക്കെ, പോളിഷ്ഡ് സർഫസസിൽ ലൈറ്റ് റിഫ്ലക്റ്റ് വെരി വെൽ, റെഗുലറായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ഇതിലാണെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ റെഗുലറായിട്ട് ഒരു ഇതില്ല, ഡയറക്ഷൻ ഇതില്ലാതെ കറക്റ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന റേനെയാണ് നമ്മൾ എന്ത് പറയുക? റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുക. ഡിഫ്യൂസ് റിഫ്ലക്ഷൻ പറഞ്ഞാൽ ഹാർഡായിട്ടുള്ള സർഫസസിൽ തന്നെ ഇറഗുലറായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുക. ലൈറ്റ് എന്ത് ചെയ്യുക? റിഫ്ലക്റ്റഡ് ഇറഗുലറിനെയാണ് നമ്മൾ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് പറയും. ഇങ്ങനെ പോകുമ്പോൾ അത് ഇങ്ങോട്ട് പോവുക, ഇങ്ങനെ ചിതറി പോവാന്നൊക്കെ പറയില്ലേ, അതേമാതിരി ഡിഫ്യൂസ് ആയിട്ട് ഇറഗുലറായിട്ട് റിഫ്ലക്റ്റ് ചെയ്യണതിന് നമ്മൾ എന്താ പറയുക? ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന്. ഓക്കെ, അപ്പോൾ പോളിഷ്ഡ് സർഫസിൽ, സ്മൂത്ത് സർഫസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന റെഗുലർ റിഫ്ലക്ഷനും റഫ് സർഫസ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഇതിനെ നമ്മൾ എന്താ പറയുക? ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്നാണ് പറയുക. ഓക്കെ, ക്ലിയർ? ഇനി ഹൗ ഡു വി സീ ഒബ്ജക്ട്സ്? നമ്മൾ എങ്ങനെയാണ് ഒബ്ജക്ട്സിനെ കാണാൻ പറ്റുക? വിത്ത് അവർ ഐസ്, ഇസ്ന്റ് ഇറ്റ്? വി സീ ഒബ്ജക്ട്സ് ഇൻ ദ ഡാർക്ക്നെസ്? നോ, ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. ലൈറ്റ് വേണം അല്ലേ? വി നീഡ് ലൈറ്റ് ടു സീ ആൻ ഒബ്ജക്റ്റ്. അപ്പോൾ ലുക്ക് അറ്റ് ദ പിക്ചർ, ദ ബോയ് ഈസ് റീഡിങ് എ ബുക്ക് യൂസിങ് വിച്ച് സോഴ്സ് ഈസ് യൂസ് ഹിയർ? ബൾബ്. അപ്പോൾ ലൈറ്റ്, അപ്പോൾ ഇവിടെ ലൈറ്റ്, അതിൻ്റെ പാത്ത് ഓഫ് ലൈറ്റ് ഒന്ന് എക്സാമിൻ ചെയ്യുക. നമ്മൾ ആരോ റെപ്രസെൻ്റ് ചെയ്യണത് എന്താണ്? ബൾബിന്ന് സോഴ്സ് ഓഫ് ലൈറ്റ് എന്താണ് ഇവിടെ? ബൾബ്. അപ്പോൾ ബൾബിന്ന് ആ ലൈറ്റ് കമ്മിങ് ഫാൾസ് ഓൺ ദ ഒബ്ജക്റ്റ്. ഹിയർ ഒബ്ജക്റ്റ് വാട്ട് ഈസ് ഹിയർ? ബുക്ക് ഈസ് ദ ഒബ്ജക്റ്റ്. അപ്പോൾ ലൈറ്റ് ഫാൾസ് ഓൺ ദ ഒബ്ജക്റ്റ്, ഇറ്റ് റിഫ്ലക്റ്റഡ് ഇൻ ടു ദ ഐസ് ഓഫ് ദ ബോയിൻ്റെ ഐസിലേക്ക് അതെന്ത് റിഫ്ലക്റ്റ് ചെയ്യും. റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് അത് കുട്ടിക്ക് അത് വായിക്കാൻ പറ്റും, വിസിബിൾ ടു ഹിം അല്ലേ? മനസ്സിലായില്ലേ? അതായത് എന്താണ്? വെൻ ലൈറ്റ് കമ്മിങ് ഫ്രം എ സോഴ്സ് ഫാൾസ് ആണ് ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ മേലെ സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് ഒബ്ജക്റ്റിൻ്റെ മേലെ ഫാൾ ചെയ്യുമ്പോൾ ആൻഡ് ഗെറ്റ്സ് റിഫ്ലക്റ്റ് ചെയ്യും. ആൻഡ് ദെൻ ദിസ് റിഫ്ലക്റ്റഡ് ലൈറ്റ്, ആ റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്ത് ചെയ്യും? എൻ്റർ അവർ ഐസ്, ദ ഒബ്ജക്റ്റ് ബിക്കം വിസിബിൾ ടു അസ്. നമ്മുടെ ഐസിലേക്ക് എത്തുമ്പോൾ അതാണ് നമുക്ക് ആ ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ലൈറ്റ് നമുക്ക് വേണം അല്ലേ? വി നീഡ് ലൈറ്റ് ടു സീ ആൻ ഒബ്ജക്റ്റ്. Okay, there are two situations here. Then how does the driver see the boy crossing a road during daytime? ഡേ ടൈമിൽ ഡ്രൈവർ വരുമ്പോൾ കുട്ടി ക്രോസ് ചെയ്യണം, റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ആ ഡ്രൈവർക്ക് കാണാൻ പറ്റുക? സൺലൈറ്റ് സോഴ്സ്. ഇവിടെ നമുക്ക് എന്താണ് ലൈറ്റ് വരുന്ന സോഴ്സ്? ഏതാണ്? സൺലൈറ്റിന് ലൈറ്റ് ഫാൾസ് ഓൺ ദി ബോയ് അല്ലേ? ആ ബോയിൽ ഫാൾസ് ചെയ്യുമ്പോൾ ബോയിന് റിഫ്ലക്റ്റ് ലൈറ്റ് ദ ഐസ് ഓഫ് ദ ഡ്രൈവർ. അപ്പോൾ ഡ്രൈവർ ബിക്കം വിസിബിൾ ടു ഹിം.
ഓക്കെ. ഇനി നെക്സ്റ്റ് സിറ്റുവേഷൻ എന്താണ്? വെൻ ദ മാൻ ടോർച്ച് ലൈറ്റിൽ ഡോഗ് ഈസ് നൈറ്റ് ടൈമിലാണത്. ഹൗ ഈസ് ദ ഡോഗ് സീൻ വെൻ ടോർച്ച് ഈസ് ലൈറ്റഡ്? ടോർച്ച് ലൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കാണാൻ പറ്റുക? രാത്രി ടോർച്ചിൽ നിന്നുള്ള ലൈറ്റ് അല്ലേ, സോഴ്സ് ഇവിടെ എന്താണ്? ടോർച്ച് ലൈറ്റ്. അപ്പോൾ ലൈറ്റ് ഫാൾസ് ഓൺ ദ ഡോഗ്, ഇറ്റ് റിഫ്ലക്റ്റഡ് ടു ദ ഐസ് ഓഫ് ദി മാൻ, സോ ദ ഡോഗ് ബിക്കം വിസിബിൾ ടു ഹിം. ഓക്കെ. അപ്പം നമ്മൾക്ക് മനസ്സിലാവും, നമ്മൾക്ക് ഒരു ലൈറ്റ് വേണമെന്ന് അറിയാം. ഇനി നമ്മളുടെ ഫേസിൽ ഇപ്പോൾ നമ്മൾക്ക് റിഫ്ലക്റ്റഡ് ഫ്രം അവർ ഫേസ്, ലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം അവർ ഫേസ്, നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഐസിലേക്ക് അത് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ മുഖത്തേക്ക് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖം നമ്മുടെ കണ്ണിലേക്ക് കാണാൻ പറ്റും. അങ്ങനെയാണോ നമ്മളെ മുഖം നമുക്ക് നോക്കുക? നമ്മൾക്ക് നമ്മുടെ ഫേസ് കാണണമെങ്കിൽ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുക? അല്ലേ, മിററാണ് യൂസ് ചെയ്യുക. നമ്മളുടെ മുഖം കാണണമെങ്കിൽ, നമ്മളെ ഫേസ് കാണണമെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? മിറർ. എന്ത് മിററാണ് യൂസ് ചെയ്യുക? വിച്ച് ടൈപ്പ് ഓഫ് മിറർ യൂസ്? പ്ലെയിൻ മിറർ അല്ലേ. ഒരു സർഫസ് പ്ലെയിൻ ആയിരിക്കണം. അതിനാണ് നമ്മൾ എന്ത് പറയുക? പ്ലെയിൻ മിറർ. മിറർ വിത്ത് എ പ്ലെയിൻ സർഫസ് ഈസ് കോൾഡ് പ്ലെയിൻ മിറർ. എന്താണ് നമ്മൾ പ്ലെയിൻ മിറർ? പ്ലെയിൻ മിററിലാണ് നമ്മൾ ഫേസ് നോക്കാൻ വേണ്ടി ഉപയോഗിക്കുക അല്ലേ. ഇനി നമ്മളിപ്പോൾ അലൂമിനിയം നല്ല സ്റ്റീൽ പ്ലേറ്റിൽ, അലൂമിനിയം പ്ലേറ്റിൽ ഇതിൽ നമ്മൾ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്കത് ക്ലിയർ ആയിട്ട് കാണാം. വി കാണ്ട് സീ ക്ലിയർലി അല്ലേ. ഒരു ബ്ലർ മാതിരി ഉണ്ടാവും, കുറച്ച് മങ്ങിയ മാതിരി ആയിരിക്കും അത് കാണുക. ഇനി നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ലൈറ്റ് ഫാൾസ് ഓൺ ദ സർഫസ്. ക്യാൻ യു ഫൈൻഡ് ഔട്ട്? യെസ്, നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ്? നമുക്കൊരു ഫിഗർ ഉപയോഗിച്ചിട്ട് ഒരു പിക്ചർ വരച്ചിട്ട് നമ്മൾക്കതൊന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ. ദിസ് പ്ലെയിൻ സർഫസിൽ ഒരു സർഫസ് നമ്മൾക്ക് എങ്ങനെയായിരിക്കും? ഷെയ്ഡഡ് ആയിരിക്കും അല്ലേ. ഒരു സർഫസ്, പ്ലെയിൻ സർഫസ് ഉള്ളതിന് പ്ലെയിൻ സർഫസിലേക്ക് ഒരു ലൈറ്റ് റേ ഇൻസിഡൻറ്റ് ഓൺ ദി പ്ലെയിൻ മിറർ. ഇത് മിററാണ് വെച്ചോ, പ്ലെയിൻ മിററാണ്. അതിലേക്ക് ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ ദി റേ ഫാളിങ് ഓൺ ദ മിറർ. ആ റേനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻസിഡൻറ്റ് റേ. ദ റേ ഫാളിങ് ഓൺ ദ മിറർ, ദാറ്റ് റേ ഈസ് നോൺ ആസ് ഇൻസിഡൻറ്റ് റേ. ഓക്കെ. ദെൻ ദിസ് ഈസ് നോർമൽ. അതായത് ദ ലൈൻ പെർപെൻഡിക്കുലർ, ഡ്രോൺ പെർപെൻഡിക്കുലർ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ആ ഇൻസിഡൻറ്റ് റേ വന്ന ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുക? നോർമൽ എന്ന് പറയും. ദെൻ റിട്ടേണിങ് റേ, ഇൻസിഡൻറ്റ് റേ ഇവിടെ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോണ, റിട്ടേൺ ആയിട്ട് പോണ റേനെ നമ്മൾ എന്താ പറയുക? റിഫ്ലക്റ്റഡ് റേ. ഓക്കെ. അപ്പോൾ എന്താണ്? എന്താ റേ ഇൻസിഡൻറ്റ് ഓൺ ദി മിറർ ഈസ് നോൺ ആസ് ഇൻസിഡൻറ്റ് റേ. ദ ലൈൻ ഡ്രോൺ പെർപെൻഡിക്കുലർ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഈസ് നോൺ ആസ് നോർമൽ ആൻഡ് ദ റിട്ടേണിംഗ് റേ ഈസ് നോൺ ആസ് റിഫ്ലക്റ്റഡ് റേ. ഇനി ഇവിടെ ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ. അതായത് ദ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് ദ നോർമൽ ഈസ് നോൺ ആസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. Then the angle between the normal and reflected ray is known as angle of reflection. Clear ആയില്ലേ? അപ്പോൾ ഇതാണ് കുറച്ച് ടേംസുകൾ. നമ്മൾ ഡയറക്റ്റ് ലൈറ്റ്, ഡയറക്റ്റഡ് വിച്ച് ഫാൾ ഓൺ ദി മിറർ. അപ്പോൾ അതിനെ ഡ്രോ ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓൾവേസ് ഈക്വൽ ടു ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഫോർ എക്സാമ്പിൾ 45 ഡിഗ്രിയിലാണ് ഇൻസിഡൻറ്റ് റേ വന്നിട്ട് നമ്മൾ ഫാൾ ചെയ്യണമെങ്കിൽ 45 ഡിഗ്രിയിൽ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് റേ പോകും. ഫോർ എക്സാമ്പിൾ 65 ആണെങ്കിൽ 65 ഡിഗ്രി തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇതിന് എന്താ മനസ്സിലാക്കുക? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ബിക്കംസ് ഈക്വൽ ആണെന്ന്. ഓക്കെ, ക്ലിയർ ആയാലും. ഇനി നമ്മൾ മിററിൽ നോക്കിയിട്ട് നമ്മൾ ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ വി റൈസ് യുവർ ലെഫ്റ്റ് ഹാൻഡ്. വാട്ട് വിൽ ബി സീ ഇൻ ദ മിററിൽ? ഇമേജ് എങ്ങനെയായിരിക്കും? നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുക? റൈറ്റ് ഹാൻഡ് റൈസ് ചെയ്യണ മാതിരി ഫീൽ ചെയ്യുക. അതേമാതിരി നമ്മൾ താത്തിയിട്ട് റൈറ്റ് ഹാൻഡ് റൈസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യണ മാതിരി നമുക്ക് മിററിൽ കാണാം അല്ലേ. But this type of shifting of the lateral side of the images in the opposite direction, opposite direction കാണുന്ന ആ ടേമിനെയാണ് നമ്മൾ എന്ത് പറയുക? ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയാം. ലാറ്ററൽ ഇൻവേർഷൻ. റൈറ്റ് ഹാൻഡ് അപ്പിയർ ആസ് ലെഫ്റ്റ് ആയിട്ട് ഇമേജ് കാണുന്നതിനെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ഇമേജ് ആയിട്ട് കാണും. ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ഇമേജ് ആയിട്ട് കാണുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ലാറ്ററൽ ഇൻവേർഷൻ. വാട്ട് ഇസ് മീൻ ബൈ ലാറ്ററൽ ഇൻവേർഷൻ? ദ ഷിഫ്റ്റ് ഓഫ് ലാറ്ററൽ സൈഡ്സ് ഓഫ് ദി ഇമേജസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഈസ് കോൾഡ്
ലാറ്ററൽ ഇൻവേർഷൻ. ഈ ഫിനോമിനയാണ് നമ്മൾ ലാറ്ററൽ ഇൻവേർഷൻ. അപ്പോൾ പ്ലെയിൻ മിറർ എന്താണ്, നമുക്ക് എപ്പോഴും അണ്ടർഗോ ലാറ്ററൽ ഇൻവേർഷൻ. മെയിൻ പ്രോപ്പർട്ടി ആണ്, ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പ്ലെയിൻ മിററിൻ്റെ. എന്താണ്, ഇമേജ് വിൽ അണ്ടർഗോ ലാറ്ററൽ ഇൻവേർഷൻ. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, ആംബുലൻസിലൊക്കെ ഫ്രണ്ടിൽ നമ്മൾ ആംബുലൻസിന് എഴുതിയിരിക്കുന്നത് ഇൻവേർട്ടറിലായിരിക്കും, തല ഇങ്ങനെ തിരിച്ചിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാകുക. അതെന്തിനാണ്? വൈ റിട്ടേൺ ലൈക്ക് ദിസ്? എന്തിനാണ്? നമ്മൾ ഡ്രൈവേഴ്സ്, നമ്മൾ ഫ്രണ്ടിൽ പോണ വണ്ടികളിൽ ഡ്രൈവേഴ്സിന് അവരുടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള മിററിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തായി കാണും, കറക്റ്റായിട്ട് വായിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈഡ് കൊടുക്കാൻ പറ്റും. ആംബുലൻസിന് സൈഡ് കൊടുത്തിട്ട് ഓവർടേക്ക് ചെയ്യാൻ പറ്റും, ആംബുലൻസ് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അത്. അപ്പോൾ അതൊക്കെ ലാറ്ററൽ ഇൻവേർഷന് ഒരു എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ വാട്ട് ഇസ് പ്ലെയിൻ മിറർ? എന്താണ് മിറർ with a plane surface is called a plane mirror. Then what are the characteristics of the plane mirror? The size of the image will be the size of the object. എപ്പോഴും ഇമേജ് നമ്മളെ ഒബ്ജക്റ്റ് എങ്ങനെ സൈസ് ആയിരിക്കും അതേ സൈസ് തന്നെ ആയിരിക്കും ആർക്കുണ്ടാകുക, ഇമേജിനുണ്ടാകുക. അതേമാതിരി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇമേജ് ആൻഡ് ദ മിറർ ഈസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് ദ മിറർ അല്ലേ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇമേജും മിററും തമ്മിൽ അതേ ഡിസ്റ്റൻസിനായിരിക്കും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റും മിററും തമ്മിൽ. പിന്നെന്താണ് അടുത്ത പ്രോപ്പർട്ടി? എന്താണ്? ഇമേജ് വിൽ അണ്ടർഗോ ലാറ്ററൽ ഇൻവേർഷൻ. ലാറ്ററൽ ഇൻവേർഷൻ ആയിരിക്കും പ്ലെയിൻ മിററിന് ഉണ്ടാകുക. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഫസ്റ്റ് എന്താ പഠിച്ചത്? റിഫ്ലക്ഷൻ അല്ലേ. റിഫ്ലക്ഷൻ പറഞ്ഞാൽ കമ്മിങ് ബാക്ക് ഓർ ബൗൺസ് ബാക്ക് ഓഫ് ലൈറ്റ് ആഫ്റ്റർ ഹിറ്റിംഗ് ഓൺ എ സർഫസ് ഈസ് കോൾഡ് റിഫ്ലക്ഷൻ. ദർ ആർ 2 types of reflection, റെഗുലർ റിഫ്ലക്ഷനും ഡിഫ്യൂസ് റിഫ്ലക്ഷനും. റെഗുലർ റിഫ്ലക്ഷൻ പറഞ്ഞാൽ പോളിഷ്ഡ് സർഫസ് അല്ലെങ്കിൽ സ്മൂത്ത് സർഫസ് റിഫ്ലക്ട് light reflected regularly is known as regular reflection. Light incident on a rough surface, it reflected irregularly, it is known as diffuse reflection. Cardboard അതൊക്കെയാണ് എക്സാമ്പിൾസ് അല്ലേ. പിന്നെ നമ്മൾ how do we see an object? Well, light falling from coming from a source, it falls on an object and gets reflected. When this reflected light enter our eyes, the object become വിസിബിൾ ടു അസ്. നമുക്ക് അപ്പോഴാണ് കാണാൻ പറ്റുക അല്ലേ. നമ്മുടെ കണ്ണിലെത്തിയിട്ട് അത് ഒരു ഒബ്ജക്റ്റിൻ്റെ മേലെ എത്തിയിട്ട് ഒബ്ജക്റ്റിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോഴാണ് നമ്മൾക്ക് അത് കാണാൻ പറ്റുക. പിന്നെ മിറർ വിത്ത് എ പ്ലെയിൻ സർഫസ് ഈസ് കോൾഡ് എ പ്ലെയിൻ മിറർ ആണ്. പിന്നെ നമ്മൾ അതിൻ്റെ റേസുകൾ പഠിച്ചു. ഡയറക്ഷൻ ഓഫ് ദ ലൈറ്റ് ഫാളിങ് ഓൺ ദ സർഫസ് അല്ലേ. ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചു. Then lateral inversion, lateral side, shift of the lateral side of the images in the opposite direction is called lateral inversion. പിന്നെ properties, size of the image will be same as the size of the object. Distance between the image and mirror and also equal to the distance between the object and the mirror. The image will undergo lateral inversion. Okay, thank you.